അൾസൈമേഴ്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന തരത്തിലുള്ള ഡിമെൻഷ്യയാണ് വാസ്കുലർ ഡിമെൻഷ്യ. വാസ്കുലർ ഡിമെൻഷ്യയിൽ സംഭവിക്കുന്നത് നമ്മുടെ തലച്ചോറിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുകയാണ്. അപ്പോൾ ഈ ബ്രെയിൻ സെൽസിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനും ന്യൂട്രിയൻസും കിട്ടാതെ വരുമ്പോൾ ഇവൻച്വലി ബ്രെയിൻ സെൽസ് നശിച്ചു തുടങ്ങും. ഇതിന്റെ പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏജ്, സ്ട്രോക്ക്, ഹൈപ്പർടെൻഷൻ, ഹൈ കൊളസ്ട്രോൾ, സ്മോക്കിംഗ്, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, ഹാർട്ട് കണ്ടീഷൻസ്. വാസ്കുലർ ഡിമെൻഷ്യയുടെ പ്രധാനപ്പെട്ട ലക്ഷണം ഓർമ്മക്കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ബ്രെയിനിൽ ഏത് ഭാഗത്താണ് ബ്ലഡ് സപ്ലൈ കുറയുന്നത് ആ ഭാഗത്തിലുള്ള സെൽസിന്റെ ഫംഗ്ഷനിങ്ങിലാണ് ചേഞ്ചസ് വരുന്നത്. പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിലുള്ള ചേഞ്ചസ്, ബിഹേവിയറിലുള്ള ചേഞ്ചസ്, പിന്നെ മൂഡ് സ്വിങ്സ് ഉണ്ടാവാം, പിന്നെ ലാംഗ്വേജിൽ ബുദ്ധിമുട്ടുണ്ടാവാം, ജഡ്ജ്മെന്റ്, റീസണിങ്, ഇതിലെല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ചില കേസസിൽ ബവൽ മൂവ്മെന്റ്സിൽ വ്യത്യാസം വരും, സ്ലീപ്പ് പാറ്റേൺ ഡിസ്റ്റർബ്ഡ് ആയിരിക്കാം, ചിലപ്പോൾ ട്രെമർ ഓഫ് ഹാൻഡ്സ് ഉണ്ടായേക്കാം. അങ്ങനെ ഒരു സെറ്റ് ഓഫ് കണ്ടീഷൻസ് ആണ് വാസ്കുലർ ഡിമെൻഷ്യയിൽ ഉണ്ടാവുന്നത്. ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെഡിക്കേഷനോ ട്രീറ്റ്മെന്റോ ഇല്ല. പക്ഷേ സിംറ്റംസിനനുസരിച്ച് ഉള്ള മെഡിക്കേഷൻസും മാനേജ്മെന്റ് പ്ലാൻസും ഉണ്ട്. അത് കൃത്യസമയത്ത് ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിയെ പ്രോപ്പർ മാനേജ്മെന്റ് സ്ട്രാറ്റജീസിലൂടെ ഇതിന്റെ പ്രോഗ്രഷൻ കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്യാനും ബെറ്റർ ലൈഫ് ലീഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും.